അമേരിക്കയിൽ തുടരുന്ന ഗവൺമെന്റ് ഷട്ട്ഡൗൺ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും രാഷ്ട്രീയമായി ഏറെ ചർച്ചയാവുന്നതുമായ ഒന്നായി മാറുകയാണ്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം വർധനവിൽ നിന്ന് ലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ സംരക്ഷിക്കുന്നതിനായി ഒബാമ കെയർ സബ്സിഡികൾ തുടരണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ സർക്കാർ വീണ്ടും തുറക്കുന്നതുവരെ ഈ ചർച്ചകൾ മാറ്റിവെക്കണമെന്ന് റിപ്പബ്ലിക്കന്മാരും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്പീക്കർ മൈക്ക് ജോൺസണും വാദിക്കുന്നു. ഈ തർക്കങ്ങൾക്കിടയിൽ സർക്കാർ ജീവനക്കാരുടെ പിരിച്ചുവിടലുകൾ, സൈനികർക്കുള്ള ശമ്പളം, ആരോഗ്യ സംരക്ഷണ നയങ്ങളിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം വലിയ ആശങ്ക ഉണ്ടാക്കുകയാണ്. നിലവിലെ ഗവൺമെന്റ് ഷട്ട്ഡൗൺ കാരണം ഫെഡറൽ ഗവൺമെന്റിൽ വ്യാപകമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ട്രംപ് ഭരണകൂടം ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ്, സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ എന്നിവിടങ്ങളിൽ കൂട്ട പിരിച്ചുവിടലുകൾ നടത്തി. ഇത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ രംഗത്തും ദുർബലരായ വിഭാഗങ്ങൾക്കും വലിയ തിരിച്ചടിയായി. അതേസമയം പിരിച്ചുവിടലുകളും വെട്ടിക്കുറയ്ക്കലുകളും പ്രധാനമായും ഡെമോക്രാറ്റ് പ്രോഗ്രാമുകളിൽ ആയിരിക്കും നടത്തുകയെന്ന് പ്രസിഡന്റ് ട്രംപ് തന്നെ പറഞ്ഞത് രാഷ്ട്രീയപരമായ ഭിന്നത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിന്റെ ശമ്പളം മുടങ്ങുമെന്ന ആശങ്ക വർദ്ധിച്ചു വരുന്നിടയിൽ സൈനികർക്ക് ശമ്പളം നൽകാനായി $8 ബില്യൺ ഉപയോഗിക്കണമെന്ന് ട്രംപ് പ്രതിരോധ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പീക്കർ ജോൺസണും വൈസ് പ്രസിഡന്റ് JD വാൻസും ഈ നടപടിയെ നിയമപരവും അത്യാവശ്യവുമാണെന്ന് പ്രശംസിച്ചിരുന്നു. എന്നാൽ ഷട്ട്ഡൗൺ മാസങ്ങളോളം നീണ്ടുനിന്നാൽ ഇത്തരം അടിയന്തര നടപടികൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. കോൺഗ്രസ് ഉദ്യോഗസ്ഥർ, മറ്റ് ഫെഡറൽ ജീവനക്കാർ, കരാറുകാർ എന്നിവർക്കെല്ലാം ശമ്പളം മുടങ്ങാനും കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരാനും സാധ്യതയുണ്ട്. നിലവിലെ പ്രതിസന്ധിയുടെ പ്രധാന കാരണം മെച്ചപ്പെടുത്തിയ അഫോർഡബിൾ കെയർ ആക്ട് അല്ലെങ്കിൽ ഒബാമ കെയർ സബ്സിഡികൾ അവസാനിക്കുന്നതാണ്. ഈ സബ്സിഡികൾ അവസാനിക്കുന്നതിന് മുമ്പ് നടപടിയെടുത്തില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഇൻഷുറൻസ് പ്രീമിയം ഇരട്ടിയാകുമെന്ന് കൈസർ ഫാമിലി ഫൗണ്ടേഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒബാമ കെയർ റദ്ദാക്കാനുള്ള മുൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന്റെ അനുഭവത്തിൽ റിപ്പബ്ലിക്കന്മാർ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. എന്നാൽ ഡെമോക്രാറ്റുകൾ സർക്കാർ ഫണ്ട് പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചാൽ മാത്രമേ ചർച്ചകൾ നടക്കൂവെന്ന് അവർ വ്യക്തമാക്കുന്നു. ട്രംപിന്റെ ഭരണകൂടം സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റുകൾക്ക് മുൻതൂക്കം ലഭിച്ച സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ട് സ്ഥിരം ചെലവ് ചുരുക്കലുകളും നടത്തുന്നുണ്ട്. $8 ബില്യൺ ഹരിത ഊർജ്ജ പദ്ധതികൾ റദ്ദാക്കുകയും മെഡിക്കേഡ് റിയംബേഴ്സ്മെന്റ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നീക്കങ്ങൾ രാഷ്ട്രീയപരമായ കണക്കൂട്ടലുകളുമായി നയപരമായ മുൻഗണനകളെ നേരിട്ട് ബന്ധിപ്പിക്കുന്നു. കൂടാതെ വിശാലമായ ബജറ്റ് പരിഷ്കരണത്തിനുള്ള ഒരു ഉപാധിയായി ഷട്ട്ഡൗണിനെ ഉപയോഗിക്കാനുള്ള ഭരണകൂടത്തിന്റെ ഉദ്ദേശം ഇത് അടിവരയിടുന്നു. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ട പിരിച്ചുവിടലുകൾക്കെതിരെ തൊഴിലാളി യൂണിയനുകൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സർക്കാർ ഫണ്ട് വർദ്ധിപ്പിക്കാനായി ട്രംപ് വ്യാപകമായി ഉപയോഗിക്കുന്ന താരിഫുകൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സൈനികർക്ക് പണം നൽകാൻ ഉപയോഗിക്കുന്ന അസാധാരണമായ രീതികളെക്കുറിച്ച് വൈസ് പ്രസിഡന്റ് വാൻസ് സമ്മതിച്ചിട്ടുണ്ട്. ഇത് ആദായ നികുതിയുടെയും താരിഫ് വരുമാനത്തിന്റെയും ഒരു മിശ്രിതത്തിൽ നിന്നാണ് വരുന്നത്. ഷട്ട്ഡൗൺ നീണ്ടു നിന്നാൽ ഈ സ്രോതസ്സുകൾ നിലനിൽക്കുമോ എന്ന് വ്യക്തമല്ല. സെനറ്റ് ചൊവ്വാഴ്ച വീണ്ടും ഒരു ഫണ്ടിംഗ് ബില്ലിന്മേൽ വോട്ട് ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് 8ാമത്തെ തവണയായിരിക്കും വോട്ടിംഗ് നടക്കുക. വോട്ടെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കുന്നില്ല. പാർട്ടി നേതാക്കൾ പരസ്പരം പഴിചാരുമ്പോൾ ആരോഗ്യ സംരക്ഷണ വിഷയത്തിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തതിനാൽ അമേരിക്കക്കാർക്ക് അടഞ്ഞുകിടക്കുന്ന മ്യൂസിയങ്ങളും വിമാനത്താവളങ്ങളിലെ തടസ്സങ്ങളും വരുമാനം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ ബില്ലുകളെക്കുറിച്ചുമുള്ള ആശങ്കയും നേരിടേണ്ടി വരുന്നു. നവംബർ 1 ഒബാമ കെയറിന്റെ ഓപ്പൺ എൻറോൾമെന്റ് ആരംഭിക്കുമ്പോൾ സബ്സിഡി വിഷയത്തിൽ പരിഹാരം കാണുന്നില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ പ്രീമിയം ഗണ്യമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് അടുത്ത നിർണായക ഘട്ടമായിരിക്കും.